ഞാനിപ്പോൾ നിൽക്കുന്നത് തലശ്ശേരി ഫോർട്ടിന് മുന്നിലാണ്. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി മലബാർ തീരത്ത് തങ്ങളുടെ സൈനിക ശക്തി പ്രബലമാക്കുന്നതിനായി 1708 സ്ഥാപിച്ചതാണ് ഈ കോട്ട. തുടക്കത്തിൽ ഒരു കച്ചവട കേന്ദ്രമായി പ്രവർത്തിച്ച കോട്ട പിന്നീട് സൈനിക കേന്ദ്രമായും കാരാഗൃഹമായും മാറുകയാണുണ്ടായത്. 1781 ഈ കോട്ട പിടിച്ചടക്കുവാനായി മൈസൂർ രാജാവായ ഹൈദർ അലി വിഫലമായ ഒരു ശ്രമം നടത്തിയിരുന്നു. മലബാർ പിടിച്ചടക്കാനുള്ള ശ്രമമായിരുന്നു അത്. പിന്നീട് അദ്ദേഹത്തിൻ്റെ പിൻഗാമിയും മകനുമായിരുന്ന ടിപ്പു സുൽത്താൻ മൂന്നാം ആംഗ്ലോ മറാത്ത യുദ്ധത്തിൻ്റെ അവസാനത്തിൽ മലബാർ ജില്ല ബ്രിട്ടീഷുകാർക്ക് അടിയറവ് വെക്കേണ്ടി വന്നു. തലശ്ശേരിയിൽ വെറും കുരുമുളക് വ്യാപാരികളായി വന്ന ഇംഗ്ലീഷുകാർ ഒരു നൂറ്റാണ്ട് കാലത്തിനിടയിൽ നാട്ടിലെ ഭരണാധികാരികളായി തീർന്ന ചരിത്രത്തിൻ്റെ പ്രതീകമാണ് ഈ കോട്ട. തലശ്ശേരിയിൽ ആദ്യമായി ഒരു മൺകോട്ട കെട്ടിയ ഫ്രഞ്ചുകാർക്ക് ഇംഗ്ലീഷുകാരുടെ വരവോടുകൂടി സ്ഥലം വിട്ടൊഴിഞ്ഞു പോകേണ്ടി വന്നു. ഇംഗ്ലീഷുകാർ മലബാർ കേന്ദ്രമാക്കി കച്ചവടം തുടങ്ങുകയും പടിപടിയായി അഭിവൃദ്ധിപ്പെടുകയും ചെയ്തു. ഇതേ തലശ്ശേരി കേന്ദ്രീകരിച്ചുകൊണ്ട് അന്ന് ശക്തമായതും കാര്യക്ഷമവുമായ തീയർ പടയാളികളും കമ്പനിയുടെ കീഴിൽ ഉണ്ടായിരുന്നു. മലബാറിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനി തുടങ്ങിവെച്ചത് ഒരു പാണ്ഡികശാലയായിരുന്നു. ഇതിൻ്റെ സുരക്ഷിതത്വത്തിനായി ഒരു കോട്ട കൂടി വേണമെന്ന് ബ്രിട്ടീഷുകാർക്ക് തോന്നി. അതിനൊരു കാരണമുണ്ടായിരുന്നു. കോട്ട നിൽക്കുന്ന സ്ഥലത്തിന് തക്കതായ പ്രതിഫലം ലഭിച്ചില്ല എന്ന് പറഞ്ഞ് സ്ഥലമുടമയും നാടുവാഴിയുമായ കുറുങ്ങോട്ട് നായരും കുറേ പടയാളികളുമായി വന്ന് 1704 പാണ്ഡികശാല കയ്യേറി. അന്ന് നാട്ടിലെ പരമാധികാരിയായിരുന്ന ചിറക്കൽ രാജാവിൻ്റെ മുമ്പിൽ കമ്പനി സങ്കടമുയർത്തുകയും മേലിൽ ഉണ്ടായേക്കാവുന്ന ഇത്തരം അക്രമങ്ങൾക്ക് തടയിടാനായൊരു കോട്ട നിർമ്മിക്കാൻ അനുവാദം കൊടുക്കുകയും ഉണ്ടായി. തമ്പുരാൻ അനുവാദം കൊടുക്കുകയും കോട്ടയുടെ പണി തുടങ്ങുന്നതിന് മുമ്പായി ശിലാസ്ഥാപന കർമ്മം നിർവഹിച്ചു കൊടുക്കുകയും ചെയ്തു. ചതുരാകൃതിയിലുള്ള ഭീകരമായ ഈ കോട്ടയ്ക്ക് വലിയ വാതിലും കടലിനോട് ചേർന്ന് രഹസ്യ തുരങ്കങ്ങളും അതുപോലെ വലിയ മതിലുകളും ഉണ്ട്. ഒരു കാലത്ത് തലശ്ശേരിയുടെ വികസനത്തിന് ചുക്കാൻ പിടിച്ചിരുന്നത് ഈ കോട്ടയായിരുന്നു.